ഇനി നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. അവിടെ ഗോകുൽ കെ വേണുഗോപാലുണ്ട്. ഗോകുൽ, അവിടെ മട്ടൻ ബിരിയാണി തയ്യാറാണെന്ന് കേൾക്കുന്നു. ഇത് മട്ടൻ ബിരിയാണി വിളമ്പി ആഘോഷിക്കാൻ അർജന്റീന ആരാധകർക്കാവോ എന്നത് ഇനിയും കുറച്ച് മിനിറ്റുകൾ കൂടി ബാക്കിയുണ്ട്. എന്താണ്, കളി തുടങ്ങുമ്പോൾ ആക്രമിച്ചു കളി, ഇരു ടീമുകളും ഗോൾ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് അർജന്റീന ആരാധകർ ഉള്ളത്. കഴിഞ്ഞ വർഷവും ഇവരിവിടെ മട്ടൻ ബിരിയാണി അല്ല, കഴിഞ്ഞ വർഷം ഇവർ വിളമ്പിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇത്തവണ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. മട്ടൻ ബിരിയാണി ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയതാണ്. ഇവിടെ മട്ടൻ ബിരിയാണി വിളമ്പുമ്പോൾ അപ്പുറത്ത് കളി കാണാനുള്ള ചില തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ്. നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചിടിപ്പോടെയാണ് ഇപ്പോൾ അർജന്റീന ആരാധകർ കൂടി ഉള്ളത്. ബിരിയാണി വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഇല്ലേ നെഞ്ചിടിപ്പില്ല, ഒരു കുറവില്ല. കഴിഞ്ഞവർ തീർന്നു. ഞങ്ങൾ മുൻ ചാമ്പ്യന്മാരാണ്. ഞങ്ങൾക്ക് സമ്മർദ്ദമില്ലാതെ ഇതാ ഈ മട്ടൻ ബിരിയാണി വളരെ റാത്തായിട്ട് കളി കാണും. ജയമോ തോൽവി ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. അൾജീരിയ ഓഫ് സൈഡ് ആണെങ്കിലും നല്ല ആവേശം കളിക്കട്ടെ. അത് ആഫ്രിക്കൻ ചാമ്പ്യന്മാരാണ്. നല്ല മത്സരം നടക്കും. ഇത് വേൾഡ് കപ്പാണ്. നല്ല മത്സരങ്ങൾ നടക്കട്ടെ. അർജന്റീന ജയിക്കുകയും തന്നെ ചെയ്യും, കപ്പ് നേടുകയും തന്നെ ചെയ്യും. അത്ര ഉറപ്പാണ്. മാറ്റൊന്നും ഉണ്ടാവില്ല. മാറ്റൊന്നുമില്ല, തീർച്ചയായിട്ടും 100% ഉറപ്പാണ്. കഴിഞ്ഞ വർഷം ഖത്തറിന് എന്തായാലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ ബിരിയാണിയൊക്കെ ചിക്കൻ ബിരിയാണിയൊക്കെ വിളമ്പി കൊടുത്ത സമയത്ത് 2-1 സൗദി അറേബ്യയോട് തോറ്റു. അതെ. പിന്നെ ഞങ്ങൾ വേൾഡ് കപ്പ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അൾജീരിയയോട് തോറ്റാലും ഞങ്ങൾ അതുപോലെ കണക്കാക്കും. അത്രേ ഉള്ളൂ. അൾജീരിയയോട് ജയിക്കുന്നു പറയാനുള്ള ആത്മവിശ്വാസമില്ല. തീർച്ചയായിട്ടും അൾജീരിയ ഉണ്ട്. അടിച്ചില്ല, ഓഫ് ആയതല്ലേ അല്ലെ? അപ്പൊ ഇവിടുന്ന് ഭയങ്കര സൗണ്ട് ആയിരുന്നു. ബ്രസീലൊക്കെ കാത്തിക്കാണ് അർജന്റീന ഗോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം അതുപോലെ ആയിരുന്നു. ഞങ്ങൾ ബിരിയാണി വെച്ച് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ 2 ഗോള് പിന്നെ ഇട്ട് ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ചു വന്നില്ല. ഞങ്ങൾ കപ്പെടുത്തിയില്ലേ? അതുപോലെ ഈ വർഷവും അത്രേ ഉള്ളൂ. ഇവിടെ അൾജീരിയക്കാരുണ്ടാവില്ലായിരിക്കും. ബ്രസീലുകാർ കുറെ ഉണ്ട്. അർജന്റീന ബ്രസീലാണ് കൂടുതൽ. ബ്രസീൽ പോർച്ചുഗൽ ആളുകളെ അവർക്ക് ഞങ്ങൾ മെസ്സിയോടും അർജന്റീനയോടും വളരെ എതിർപ്പാണ്. അവർക്ക് കിട്ടാകനെയായി ബ്രസീലിന് 24 കൊല്ലമായി കിട്ടിയിട്ട് മറ്റവർക്ക് 96 കൊല്ലമായാലും പോർച്ചുഗലിന് കപ്പ് കിട്ടിയിട്ടല്ലോ. കപ്പേ കിട്ടിയിട്ടില്ല. അപ്പൊ അവർക്ക് ഇപ്രാവശ്യം കപ്പ് കിട്ടണം. ഞങ്ങൾ നെയ്മറിനും ക്രിസ്ത്യാനോക്കും ഒരു കപ്പ് കിട്ടണമെന്ന് ബ്രസീൽ പോർച്ചുഗലുകാർക്കൊക്കെ ബിരിയാണി കൊടുക്കുന്നില്ല. അവരുണ്ട് അപ്പുറത്തുണ്ടോ? കാര്യത്തിൽ അങ്ങനെ വേർതിരിവില്ല. ഇവിടുത്തെ എല്ലാ ഫുട്ബോൾ ആരാധകരും പ്രായം ആളാരെ നോക്കി ഇപ്രാവശ്യം കളിക്കാനില്ലല്ലോ. ഇന്നത്തെ കളിയെ പറ്റി എന്താ പറയാനുള്ളത്? ഇന്നത്തെ കളി എന്തായാലും അർജന്റീന ജയിക്കും. ഇറ്റലിക്കും ബ്രസീലിനൊക്കെയാണ് തുടർച്ചയായ 2 വേൾഡ് കപ്പ് നേടിയ റെക്കോർഡുള്ളത്. അർജന്റീന തൂക്കോ ഇപ്രാവശ്യം തൂക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഇന്നെന്തായാലും അർജന്റീന ജയിക്കും. ജയിക്കും. അട്ടിമറിയൊന്നും ഉണ്ടാവില്ല. ഒന്നും അട്ടിമറിയൊന്നും ഉണ്ടാവില്ല. ഇറ്റലിക്കാരനൊക്കെ ഇപ്രാവശ്യം അർജന്റീന കൂടെയാണ്. അൾജീരിയ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്തായാലും കഴിഞ്ഞ സൗദി അറേബ്യ എനിക്ക് തോന്നുന്നത് എടയാട്ടുപറമ്പിലെ അർജന്റീന ആരാധകരുടെ മട്ടൻ ബിരിയാണി എന്തായാലും വേസ്റ്റ് ആകാൻ പോണില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.